ലൈംഗികാരോപണ വിവാദങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ 38 ദിവസത്തിന് ശേഷം പാലക്കാടെത്തി. രാവിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തിയ രാഹുൽ പ്രധാന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം എംഎൽഎ ഓഫീസിലുമെത്തി. മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ. അതേസമയം ഡിവൈഎഫ്ഐയും ബിജെപിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം മരിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവ്യറിന്റെ സഹോദരന്റെ പാലക്കാട് സ്റ്റേഡിയം പരിസരത്തെ വീട്ടിലേക്കാണ് ആദ്യം രാഹുൽ പോയത്. സമീപത്തെ മരണ വീട്ടിലും കയറി. വഴിയിലുണ്ടായിരുന്ന ആളുകളെ കണ്ട് അഭിവാദ്യം ചെയ്തു. കാഞ്ഞിരത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ജോണിന്റെ വീട്ടിലും സന്ദർശനം നടത്തി. പിന്നീട് കെപിസിസി സെക്രട്ടറിയായിരുന്ന പി.ജെ. പൌലോസിന്റെ മൃതദേഹം സൂക്ഷിച്ച വട്ടമ്പലത്തെ ആശുപത്രിയിലും അദ്ദേഹത്തിന്റെ വീട്ടിലും രാഹുൽ എത്തി. ബെന്നി ബെഹനാൻ എം.പി, വി.കെ. ശ്രീകണ്ഠൻ എം.പി, കെപിസിസി ജനറൽ സെക്രട്ടറി മുത്തലാഖ്, ഡിസിസി പ്രസിഡന്റ് തങ്കപ്പൻ എന്നിവർ രാഹുലിനെ കണ്ടു. രാഹുലിനെ കാണുന്നതിൽ തെറ്റില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് എ. തങ്കപ്പൻ. ഞങ്ങൾ സംസാരിക്കേണ്ട സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ സംരക്ഷണം ചെയ്യാനുള്ള ആളുകളും സൗകര്യമൊക്കെ ഉള്ളതാണ്. അങ്ങനെ ആളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. എം.എൽ.എ. അല്ലേ, ആളെങ്ങനെ ഉപദ്രവിക്കുക? വൈകുന്നേരം 4:15 രാഹുൽ എംഎൽഎ ഓഫീസിലേക്ക് വാഹനത്തിൽ എംഎൽഎ ബോർഡ് ഒഴിവാക്കിയായിരുന്നു എത്തിയത്. രാഹുലിനെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു. പ്രതിഷേധങ്ങൾ നടക്കട്ടെയെന്നും വിശദമായി പിന്നീട് സംസാരിക്കാമെന്നും രാഹുൽ. സാധാരണഗതിയിൽ അറിയിക്കുന്നത് പോലെ തന്നെ അറിയിക്കും. ഇല്ലാണ്ടിരിക്കാൻ കാര്യം എന്താ? അതേസമയം രാഹുലിനെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐയും ബിജെപിയും കേവലം പ്രതിഷേധം മാത്രമാണ് സംഘടിപ്പിച്ചത്. ചൂലുമായി എത്തിയ മഹിളാ മോർച്ച പ്രവർത്തകർ എംഎൽഎ ഓഫീസ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമാകാനും വികസന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം. പാലക്കാട് നിന്ന് സാജിദ് അജ്മലിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.